ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആപ്സ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. അപ്പോൾ വിഷു എല്ലാം കഴിഞ്ഞല്ലോ, എന്നാലും എല്ലാവർക്കും ഒന്നുകൂടെ ഞാൻ വിഷു ആശംസകൾ പറയുന്നു കേട്ടോ. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? അപ്പം ഇവിടെ അമേരിക്കയിലെ ഞങ്ങളുടെ ചെറിയ വിഷു ആഘോഷമാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വ്ളോഗിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. വിഷുവിന് മുന്നേ, വിഷു ഒരു തിങ്കളാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ചെറിയ രീതിയിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതെല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാവേ. ഇന്നാണെങ്കിൽ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നതിനൊക്കെ മുന്നേ രാവിലെ ദേവുവിനെയും കൊണ്ടൊരു സ്ഥലത്ത് പോവാണ്. ഇവിടെ അടുത്താണെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്ക്ഷോപ്സ് പലയിടത്തും ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ലൂയിസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. അവിടെ അതൊരു കാർപ്പൻട്രി പിന്നെ പ്ലംബിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ചെറിയ രീതി കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ട് അവരുടെ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രീ വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഓൾറെഡി ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്തോ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ നമുക്ക് കുറച്ച് ടൂൾസൊക്കെ തരും കുട്ടികൾക്ക് ഇതുപോലെ പണി ചെയ്യാനായിട്ട്. അതുപോലെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഗൂഗിളും കണ്ണി വെക്കാനൊരു ഗൂഗിളും ഏപ്രണും പിന്നെ അതുപോലെ ഐറ്റം ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അവിടെ സ്ഥലമുണ്ട്, അവിടെ പോയി നമുക്ക് ഇരിക്കാം, എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇപ്പം ഇവൾക്ക് ഇപ്പോൾ ഇതിൽ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹൗസാണ്. ആ ഹൗസ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പം ആണി എങ്ങനെ പിടിക്കേണ്ടത്, എങ്ങനെ അടിക്കേണ്ടത്, പിന്നെ ഓരോ പാർട്സ് എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള സ്കില്ല് അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് തന്നെ കേട്ടോ. അപ്പോൾ ആ കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പം നമുക്കും അത് ഭയങ്കര കുറച്ച് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഭവമായിരുന്നു. എനിക്കും ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഏറ്റവും എക്സൈറ്റഡ് മോളായിരുന്നു. മോള് പിന്നെ ഇങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു. നേരത്തെ തൊട്ടേ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഇവൾക്കാണെങ്കിൽ തന്നെ തിങ്കൾ തൊട്ട് വെള്ളി വരെ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പം അവൾക്ക് വെളിയിൽ പോയി ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പം നമ്മളിവിടെ വന്നു, കുറേ കുട്ടികളുണ്ടായിരുന്നു, ദേവും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ തുടങ്ങി കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈ പീസ് ഇതിൻ്റെ 2 പീസ് ഉണ്ടോ? ഇത് 2 പീസ് ഇത് അതേതാ? 2 പീസ് ഉണ്ടോ? അത് 2 പീസ് ഉണ്ടോ? ഈ പീസ് അതല്ല. നിൻ്റെതാ. ഓക്കെ. അടി, ഞാനാണ് അടിക്കുന്നത്. അയ്യോ, എൻ്റെ കൈ അടിക്കല്ലേ. അപ്പോൾ പിടിക്കാം. എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ. ദേവുന് ഒരാളുടെ മടിയിരുന്നാൽ മതിയാകത്തില്ല കേട്ടോ. മാറി ഞങ്ങളുടെ രണ്ടുപേരുടെ മടിയിലിരുന്ന് ഓരോ ആണി വെച്ച് അടിക്കുമായിരുന്നു. മെയിൻ പണിയൊന്നും അറിയത്തില്ല. ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും. അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രീൻ ഹൗസ് റെഡിയാണ് കേട്ടോ. ഇത് ആണി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് നല്ല ടൈറ്റായിട്ട് നമ്മൾ തന്നെ അടിച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം നമ്മുടെ ഗ്രീൻ ഹൗസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കറക്റ്റ് ഈ ഗ്രീൻ ഹൗസിനകത്താണെങ്കിൽ ഒരു ഗ്രീൻ കളറിലെ ഒരു കണ്ടെയ്നറോ ഇല്ലേ, അതിനകത്ത് നമുക്ക് ഇവിടെ തന്നെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് അതിനകത്ത് ഇടാം. ഇല്ല, വാങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊരു കുട്ടികളുടെ ആക്ടിവിറ്റി മാത്രമാണല്ലോ. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, ചെടികളൊക്കെ വാങ്ങിക്കാൻ. അപ്പം നമ്മൾ അവിടെ കയറി ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കാമെന്ന്.
അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ജമന്തി കിട്ടിയായിരുന്നേ, മഞ്ഞ ജമന്തി. അപ്പം ഞാൻ 2 എണ്ണം വാങ്ങി. ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനും പിന്നെ എനിക്കും കൂടെ 2 എണ്ണം വാങ്ങി. പിന്നെ ഒരു അലവേറ വാങ്ങി. അത് കഴിഞ്ഞ് ഞാൻ മെയിനായിട്ട് തപ്പി നടക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ കരിവേപ്പിലയുടെ ചെടിയാണ്. പക്ഷെ അത് ഇവിടെ ഒന്നും ഇല്ല. ഒത്തിരി തപ്പിയിട്ട് അവിടെ കണ്ടില്ല. വേറെ കുറേ ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാൻ കണ്ടത് വാഴ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വാഴയാണോ അതോ നമ്മുടെ ഡെക്കറേഷൻ ടൈപ്പ് വാഴയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അതുണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങി വെക്കാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുതിനയില കിട്ടി. പുതിനയില എന്തായാലും നമുക്ക് വേണമല്ലോ. എപ്പോഴും മിക്കവാറും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പുതിനയില കാണത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതൂടെ വാങ്ങി കേട്ടോ. എല്ലാം ഒരു $10 തന്നെ ഉള്ളൂ. പിന്നെ വലിയ ചെടികൾ മാത്രം ഒരു $10 മുകളിലാണേ ഉള്ളൂ. ബാക്കി എല്ലാം ഒരു 5, 6, 7 ആ ഒരു റേഞ്ചിലായിരിക്കും ഇവിടെ എല്ലാ സാധനങ്ങളും ഉള്ളത് കേട്ടോ. അതുകൂടാതെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ചെമ്പരത്തി പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ, അതുകൊണ്ട് അത് വലിയ അത്ഭുതമായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ചട്ടികൾ കണ്ടാൽ കുറേ വലിയ ചട്ടികൾ വരെ ഉണ്ട്. നിന്നേക്കാട്ടി ഹൈറ്റുള്ള ചട്ടികൾ വരെ ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പുതിന ലാസ്റ്റാണ് നമ്മൾ കണ്ടത്. അപ്പം അതൊന്നുകൂടെ പോയി ബില്ല് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് കുറേ പൂക്കൾ കണ്ടത്. സംഭവം അതിൽ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടു പൂക്കൾ. പിന്നെ ഓൾറെഡി 2-3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിയില്ല. എനിക്ക് ഒരു ചെടിക്ക് തന്നെ പല കളറുള്ള ഈ ഒരു ടൈപ്പ് ചെടിയുണ്ടല്ലോ, പൂവുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ നമുക്കത് വാങ്ങിക്കാം. അവിടുത്തെ ഷോപ്പിൽ നിന്ന് വരാൻ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നേ. ഭയങ്കര സങ്കടമായിരുന്നേ. കാറ് കയറത്തേ ഇല്ലായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കാറിനകത്ത് കയറ്റിയേക്കുവാണ്. ഭയങ്കര ദേഷ്യമായിരുന്നേ കയറാന്. ദേവന്റെ വീട് കാണിച്ചേ. ചിരിച്ചാണ്ട് അങ്ങനെ വെയിലെല്ലാം കൊണ്ട് വീട്ടിലെത്തി കേട്ടോ. ഇതുവരെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ലഞ്ച് തട്ടിക്കൂട്ടാന്ന് വെച്ചാൽ ഹസ്ബൻഡ് പറഞ്ഞ് വെളിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ തലേന്നത്തെ മീൻകറി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അത് വെറുതെ വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു വൈറ്റ് റൈസ് മാത്രം വെച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഒരു വൈറ്റ് റൈസും വെച്ചു. പിന്നെ ഒരു നമ്മുടെ ചെറുപയർ ഒരു തോരനും വെച്ചു. പിന്നെ നമ്മുടെ മീൻകറി. പിന്നെ കുശാലാണല്ലോ, ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഞാൻ അതാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശനിയാഴ്ച വൈകുന്നേരം മിക്കവാറും നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി മാരിനേറ്റ് ചെയ്തെല്ലാം ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണമല്ലോ, അതിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ചെടിയെല്ലാം നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം മോൾ ഉറങ്ങുമ്പോൾ നടാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അവൾക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എണ്ണിട്ടിട്ട് നടാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഈ ചെടികളിലൊക്കെ വെള്ളം ഒഴിക്കാനും വന്ന് നടാനും മണ്ണിൽ തൊടാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചാൽ അവളെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ചെടി സാധാരണ ഉണ്ട്, അതൊരു വലിയ ചട്ടിയിലോട്ട് മാറ്റുന്നതേ ഉള്ളൂ. മണ്ണ് എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വേറെ വാങ്ങിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ആ മണ്ണിൽ തന്നെ ഞാൻ ഇച്ചിരി വലിയ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണിട്ടിട്ട് ജസ്റ്റ് നമ്മുടെ ചെടി വെച്ച് കൊടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മണ്ണൂടെ ഫില്ല് ചെയ്യും. അത്രയേ ഉള്ളായിരുന്നു. സംഭവം ഭയങ്കര എളുപ്പമായിരുന്നു. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മിൻറ്റിനൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം വേണം. പക്ഷെ അതേസമയം നമ്മൾ പൂവുള്ള ചെടിക്കൊക്കെ ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഈ ഒരു ജമന്തിക്ക് ആവശ്യമില്ലായിരുന്നു. അലവേറക്കും അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ നേരത്തെ വാങ്ങിച്ച ആ ഒരു പൂവുള്ള ചെടിയും ഇപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതും പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ അവളും വന്നു. ഞാൻ ഗ്ലൗസ് ഇട്ടുണ്ടപ്പോൾ അവൾക്ക് ഗ്ലൗസ് വേണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അല്ലാതെ നോക്കാന്ന് പറഞ്ഞിട്ട് അവൾക്ക് അപ്പം ഗ്ലൗസ് വേണം. അപ്പോൾ അവളും ഗ്ലൗസ് എടുത്തിട്ട് അവളും ചെയ്യപ്പോൾ എൻ്റെ കൂടെ ഓരോ മണ്ണൊക്കെ എടുത്ത് അവിടെ ഫുള്ള് നിരത്തിയിട്ടുണ്ട്. അവസാനം എനിക്ക് നല്ല പണിയായിരുന്നു മൊത്തം തൂത്ത് വൃത്തിയാക്കുന്നത്. എന്തായാലും അവൾ ഒത്തിരി എൻജോയ് ചെയ്തു. അങ്ങനെ ശനിയാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞായറാഴ്ച രാവിലെ തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലോട്ട് ഇറങ്ങിയേക്കുമായിരുന്നു. കാരണം ഓൾറെഡി അറിയാലോ ശനി ഞായർ ഇവിടെ നല്ല തിരക്കായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഞായറാഴ്ചയൊക്കെ പോയാൽ അതിലും തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പോയി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. കുറേയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാലും കണി വെക്കാനുള്ള പച്ചക്കറിയും പഴങ്ങളും പിന്നെ അതുപോലത്തെ അങ്ങനെ അധികം ഉണ്ടാക്കാത്ത അവിയൽ
അതൊക്കെ അതിൻ്റെയൊക്കെ കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ചെന്നത്. അപ്പം കുറേ നോക്കിയിട്ട് ഞാൻ പടവലങ്ങയാണ് മെയിനായിട്ട് നോക്കിയത് അവിയൽ വെക്കാനായിട്ട്. ഒരു സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ നമുക്ക് വെക്കാൻ തോന്നില്ല, അതുപോലെ ഒരു ശോഷിച്ചൊരെണ്ണമായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ. അവസാനം ഞാൻ അവിയലിൻ്റെ ഫ്രോസൺ കിറ്റ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തത്. അതാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, ഈവൻ ഫ്രോസൺ ആണേലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു കാണാൻ ഭംഗിയുള്ളൊരു പച്ചക്കറി കിട്ടുമല്ലോ, അതുകൊണ്ട് അതാണ് എടുത്തത്. പിന്നെ ആണെങ്കിൽ അതുപോലെ കണിക്ക് വെക്കാനുള്ള കുഞ്ഞ് ചക്ക, പിന്നെ അതുപോലെ കണിവെള്ളരി, മാങ്ങ, അങ്ങനത്തെ അതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ച്. പിന്നെ എനിക്ക് കിട്ടാത്തൊരു സാധനം എന്ന് പറയുന്നത്, ഒന്ന് അവിടെ നിന്ന് നമുക്ക് കണ്ണാടി കിട്ടിയില്ല, എൻ്റെ കയ്യിൽ കണ്ണാടി ഇല്ലായിരുന്നു, വാൽ കണ്ണാടി. അപ്പോൾ അവിടെ നോക്കിയിട്ട് വേറൊരു ആർച്ച് ടൈപ്പായിരുന്നു, അത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതെന്നാൽ പിന്നെ വൈകുന്നേരം എങ്ങാനും വാൾമാർട്ടിലോ എല്ലാം പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ മാത്രം അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ. ഈ ഇറങ്ങുമ്പോൾ അവിടെ വെളിയിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ഓട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇങ്ങനെ ഒരു ഷോ പീസ് പോലെ വെച്ചേക്ക്, എപ്പോൾ വന്നാലും ദൈവം അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് നോക്കും, കയറിയിരിക്കും. അപ്പോൾ അവളെ അവിടുന്ന് ഇറക്കാൻ കുറച്ച് പാടാണ്. കുറച്ച് നേരം പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമയ്ക്ക് വന്നു വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണമല്ലോ പോകാൻ, അതുകൊണ്ട് അതിനു വേണ്ടി നമ്മളെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയേ. നമ്മുടെ സിനിമയാണെങ്കിൽ 5 മണിക്കായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ സിനിമാക്സ് അവിടെ കാണാനുള്ള തിയേറ്ററിലോട്ട്. അപ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞാൽ തിയേറ്റർ മാത്രമല്ല കേട്ടോ, ഇതൊരു ഇൻഡോർ ഗെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. പൊതുവേ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു, എന്താണെന്നറിയത്തില്ല. അതിൻ്റെ ഈ സിനിമാക്സിൻ്റെ ഒക്കെ വെളിയിൽ കുറേ മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ട്, അങ്ങനെ പഴയ വെഹിക്കിള്, അങ്ങനത്തെ കുറേ മ്യൂസിയം പരിപാടി. ഈ എങ്ങനെയൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാമോ അതിനെ മാക്സിമം അവിടെ എല്ലാം. ഇവിടെ പൊതുവെ അങ്ങനെയാണ്, ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം തന്നെ ഇതിനോട് ചുറ്റിപ്പറ്റി എല്ലായിടത്തും ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ബേസിൽ ജോസഫിൻ്റെ മരണമാസം കാണാനാണ്. അപ്പോൾ ഈ സിനിമാക്സിൻ്റെ വെളിയിൽ ഒരു വലിയ ഭിത്തിയുണ്ട്, അവിടെ പല പല കളേഴ്സിൽ ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ദൈവം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എപ്പോൾ അവിടെ വന്നാലും ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കെഞ്ചി ചോദിക്കണം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ കെഞ്ചി ചോദിക്കണുള്ളൂ. പക്ഷേ ഇത് മാത്രം അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെടും അവളുടെ ഫോട്ടോ എടുക്കാൻ, അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ നിൽക്കാൻ. അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കാരണം തിരക്ക് കുറവായിരുന്നു. ഇവിടെ അമേരിക്ക പൊതുവെ അങ്ങനെ, ഇപ്പം ഇനി നല്ല സിനിമ ആണേലും ശരി അല്ലെങ്കിലും ശരി വളരെ തിരക്ക് കുറവാണ്. എന്തിന് എമ്പുരാന് പോലും ഇവിടെ അധികം ആളില്ലായിരുന്നു, പകുതി പോലും ഇല്ലായിരുന്നു ആൾക്കാർ. ഇവിടെ പൊതുവെ അങ്ങനെ കേട്ടോ, അധികം നാൾ ഇരിക്കത്തുമില്ല, പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഒരാഴ്ച മാക്സിമം പോയ ഒരാഴ്ച അത്രയൊക്കെ ഒരു തിയേറ്ററിൽ കാണുള്ളൂ. പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, വലിയ വലിയ സിറ്റികൾ, അതായത് ന്യൂയോർക്കോ കാലിഫോർണിയ, ചിക്കാഗോ, അങ്ങനത്തെ സിറ്റി ഒരുപാട് ഇന്ത്യൻസ് ഉള്ളിടത്തൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ നിൽക്കുമായിരിക്കും. ഇവിടെ പൊതുവെ ഇന്ത്യക്കാർ വളരെ കുറവാണ് കേട്ടോ, കൂടുതൽ സ്പാനിഷ്, മെക്സിക്കൻ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ നമ്മുടെ പടങ്ങളൊക്കെ വേഗം വേഗം വരും പോവും. അപ്പം പെട്ടെന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് കാണുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു കേട്ടോ, അധികം ആരും ഇല്ലായിരുന്നു ഇത് കാണാനായിട്ട്. നമ്മൾ ചെന്നപ്പോൾ ആ ഒരു തിയേറ്ററിൽ നമ്മളൊരു ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ കഴിച്ച് നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഒരു സിനിമ കാണാൻ, ഒരു തിയേറ്ററിൽ കാണാൻ, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് കാണാമല്ലോ എന്ന് ഭയങ്കര സന്തോഷിച്ചിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് സിനിമ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുന്നേ വേറൊരു ഫാമിലി വന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് ഡീസൻ്റ് ആയിട്ടൊക്കെ അവിടെ ഇരുന്ന് സിനിമയൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. സിനിമ നല്ല സിനിമയായിരുന്നു കേട്ടോ. ഈ അടുത്ത് കണ്ടതിൽ കുറച്ച് നല്ല ഹ്യൂമറൊക്കെ ഉള്ള, കുറച്ച് ചിരിക്കാനും ഒക്കെ എന്താ പറയുക, നമുക്കൊരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയ ഒരു സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഞാൻ പ്രതീക്ഷയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ചില സ്ഥലങ്ങളിൽ അയ്യോ എന്താന്നൊക്കെ തോന്നി, ചില ഹ്യൂമർ വർക്കൗട്ട് ആയെല്ലാം തോന്നി. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഹ്യൂമർ എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കൊടുത്ത കാശിന് നമുക്ക് നല്ല രീതിയിൽ വർത്തായിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വാൾമാർട്ടിലാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 സാധനം കിട്ടിയിട്ടില്ല. ഒന്ന് കണി വെക്കാൻ കണിക്കൊന്ന,
പിന്നെ വാൽക്കണ്ണാടി. ഈ കണിക്കൊന്ന കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല, കാരണം എവിടെയും കണിക്കൊന്ന ഇല്ലല്ലോ. അപ്പം എന്തായാലും കണിക്കൊന്ന ഇല്ല എന്നറിയാം, എന്നാലും എന്തെങ്കിലും ഒരു മഞ്ഞ പൂവ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ വാൽക്കണ്ണാടി വാൾമാർട്ടിന്റെ സൈറ്റിൽ നമ്മൾ അറിയാം, നമുക്ക് വാൽക്കണ്ണാടി ടൈപ്പിലുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ നമുക്ക് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സൈറ്റിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം നേരിട്ട് നമ്മൾ അവിടെ ചെന്ന് ആദ്യം പോയിട്ട് നമ്മുടെ പൂ എടുത്തു. കാരണം പൂ പെട്ടെന്ന് ആൾക്കാർ എടുത്തോണ്ട് അങ്ങ് പോകും. പിന്നെ നമുക്ക് ആ കളറ് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമമില്ല. അപ്പോൾ ആദ്യം പോയി പൂ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ ബൊക്കെ പോലെ കിട്ടുള്ളൂ, അത് തന്നെ വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, അതായത് ഓരോ ഇതളായിട്ടൊന്നുള്ള പൂക്കളൊന്നും ഇവിടെ കിട്ടാറില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നല്ല തിരക്കായിരുന്നു വാൾമാർട്ടിൽ. ശനിയും ഞായറും ഭയങ്കര തിരക്കായിരിക്കും, കാരണം എല്ലാവരും വരുന്നത് ഇവിടെ ആയിരുന്നല്ലോ. അതിപ്പോൾ ഏത് രാജ്യക്കാരാണെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാൽക്കണ്ണാടി വാങ്ങി, പിന്നെ കുറച്ച് ക്രീമും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അതെല്ലാം കൂടെ വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ വീട്ടിലോട്ട് ചെന്നു, കാരണം ഇനി കണി ഒരുക്കണം, നേരത്തെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ, ഇനി ബാക്കി വ്ളോഗ്. അപ്പം ഇന്ന് വിഷു രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ 6 മണിക്ക് എണ്ണീറ്റു കേട്ടോ. സാധാരണ ഞാൻ 8-8:30 ആയിട്ട് എണ്ണീക്കും. ഇത് ഞാൻ തലേന്ന് എല്ലാ കണിയെല്ലാം ഒരുക്കി ഒരു 6 മണിക്ക് എണ്ണീറ്റ് ജസ്റ്റ് കണി ഒന്ന് കണ്ടിട്ട് പോയി കുളിച്ച് വന്നിട്ട് കണി എന്താ പറയുക, നമ്മുടെ വിളക്കെല്ലാം ഒന്ന് കത്തിക്കാമെന്ന് വെച്ചു. അപ്പം കൊച്ചിലത്തെ കണി ഇപ്പോഴത്തെ കണിയുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കൊച്ചിലെ നമ്മളെ കണി കാണിക്കുമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കണി കാണിക്കേണ്ട ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എന്താ പറയുക, വിളക്കൊക്കെ കത്തിച്ചിട്ട് ഹസ്ബൻഡിനെയും ആദ്യമേ വിളിച്ചെണ്ണിപ്പിച്ചു, മോളെയും പിന്നെ വിളിച്ചെണ്ണിപ്പിച്ചു കേട്ടോ. അവൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്, പക്ഷെ അപ്പോൾ 2 വയസ്സൊക്കെ ഉള്ളായിരുന്നു. അപ്പം അധികം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പം കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാറായി. അവൾക്ക് ഏറ്റവും ഇഷ്ടം കൃഷ്ണനെയാണ് കേട്ടോ. കൃഷ്ണനെ ദിവസവും ഒരു 10 ഉമ്മെങ്കിലും കൃഷ്ണന് കൊടുക്കും. അതെന്താന്ന് നമ്മളങ്ങനെ കൃഷ്ണനെ കൊടുക്കും അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, അവളെ അങ്ങ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നതായിട്ടോ. അങ്ങനെ അവളെ എല്ലാം കണിയെല്ലാം ഒരുക്കിയിട്ട് മെയിനായിട്ട് ഇനി കുക്കിംഗ് ആണുള്ളത് കേട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ സത്യം പറയല്ല, തലേന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. തലേന്ന് ഞാൻ യാതൊരു വകയും അരിഞ്ഞു വെക്കുകയാട്ടെ അല്ല വേവിച്ച് വെക്കുകയാട്ടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയത്തില്ല, ഞാൻ പണ്ടോട്ടേ അങ്ങനെയാണ് കേട്ടോ. അപ്പം തന്നെ അരി അപ്പം തന്നെ ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് കൺവീനിയൻ്റ് ആണ്. ചിലപ്പോൾ എനിക്ക് അരിഞ്ഞു വെച്ചാൽ അത് രാവിലെ ആകുമ്പോൾ ഒരുമാതിരി ആവുമോ എന്നൊക്കെ ഉള്ളൊരു ഇത് കാരണം ഞാൻ ഫ്രഷായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെയാണ് ചെയ്തത്. പക്ഷേ തലേന്ന് എടുത്തു വെക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്തത് അരിയാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ സാമ്പാർ, തോരന്, അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വലിയൊരു അലൂമിനിയം ഫോയിൽ ഞാൻ അങ്ങ് നമ്മുടെ ആ കൗണ്ടർ ടോപ്പിൽ അങ്ങ് വിരിച്ചങ്ങിട്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞങ്ങ് വെച്ചു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ പാത്രങ്ങളൊന്നും എടുക്കണ്ട, പെട്ടെന്ന് അതിനകത്തുനിന്ന് കയറി നമ്മുടെ പാത്രത്തിലിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഒന്ന് കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും, നമുക്ക് വേറെ പാത്രങ്ങളും വേണ്ടി വരത്തില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ ചെയ്തത്. അത് ഞാൻ തന്നെത്താൻ ആലോചിച്ച് അങ്ങ് ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ അത് നല്ല കൺവീനിയൻ്റ് ആയിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ കൂട്ടുകറിക്ക് കടല വേവിക്കണം, പരിപ്പ് കറിക്ക് കടല വേവിക്കണം. അതുപോലെ ഞാൻ ബോളി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ബോളിയും പായസം. അപ്പം ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല പരിപ്പും വേവിക്കണം. ഈ വേവിക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ അങ്ങ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ നമുക്ക് ഫ്രീക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ അത് ആദ്യമേ അങ്ങ് ചെയ്തങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് ആണ് ഞാൻ ശരിക്കുള്ള കുക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. കുറേയൊക്കെ കുക്കിംഗ് എല്ലാം ഒതുക്കി, അതായത് ഓൾമോസ്റ്റ് എല്ലാ കുക്കിങ്ങും ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. കാരണം ഇവിടുത്തെ അമ്പലം ഒരു 10-10:30 ആയിട്ടേ തുറക്കത്തുള്ളൂ. 10 മണി തൊട്ട് 12 മണി വരെ അങ്ങനെ ഒരു സമയം. അപ്പം നമ്മൾ 10:30 ആയിട്ട് ചെന്നാൽ മാത്രമേ അവിടെ ആരെങ്കിലും തുറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാമെന്ന് വെച്ചു കേട്ടോ. അമ്പലത്തിൽ അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റാക്കിയിട്ടാണ് അമ്പലത്തിൽ ചെന്നത്. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ഒറ്റ മനുഷ്യരില്ല, പൂജാരി മാത്രമേ ഉള്ളായിരുന്നു, ആരുമില്ല. അപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ ഇവിടെ മലയാളികൾ വളരെ കുറവാണെന്ന്.
അപ്പം എനിക്കൊന്ന് നമ്മുടെ ഞങ്ങളുടെ അടുത്തുനിന്ന് കുറേ ദൂരെയാണ് ടാമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ ഒരു അയ്യപ്പൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ. അവിടെ എനിക്കൊന്ന് കുറേയൊക്കെ മലയാളികളൊക്കെ വരാറുണ്ട്. ഒരു മലയാളി ക്ഷേത്രമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പൂജാരി മലയാളിയാണ്. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ കുറേ മലയാളികളുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ അധികം ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കറികളെല്ലാം സെറ്റാക്കിയിട്ട് ഒരു 10 മണി ആയപ്പോഴത്തേക്ക് എല്ലാം ആയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ബോളി എന്താ പറയുന്നത് പരത്താനുണ്ടായിരുന്നു. അപ്പം ഞാൻ ബോളിയെല്ലാം ഒന്ന് സെറ്റാക്കി പരത്തി എല്ലാം വെച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. ആൾക്കൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആൾ വന്നിട്ട് പായസം മാത്രം റെഡിയാക്കി കേട്ടോ. അങ്ങനെ കുറേ ഇതാക്കി. ഇതാണ് എൻ്റെ ഒരു വിഷു സദ്യ എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുവിധം എല്ലാം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് നാളായിട്ടൊരു കൊതിയാണ് ബോളി എന്ന് പറയുന്നത്. ഇവിടെ കിട്ടാനും ഇല്ല. അപ്പം ഞാൻ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കാം. ഇതിന് മുന്നേ ഒരു സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ആ ബോളിയുടെ അതുപോലെ ഇരിക്കുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ എൻഡിലൊക്കെ ചെറിയ തിക്നെസ് ഉണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ വിഷു ആഘോഷം അത്രയായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇന്ന് എന്താ പറയുന്നത് ഓഫീസ് ഉള്ളതുകൊണ്ട് ആർക്കും കറക്റ്റ് സമയത്ത് വരാൻ പറ്റത്തില്ലായിരുന്നു. ഓരോരുത്തർ ഓരോ സമയത്താണ് അവരുടെ എന്താ പറയുക ഓഫീസിലെ കോളും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ സമയത്താണ് വന്നത്. ഒരാൾ ഉച്ചയ്ക്ക് വന്നു, ഒരാൾ 3 മണിക്ക് വന്നു, ഒരാൾ വൈകുന്നേരം വന്നു, രാത്രി വന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ സമയത്ത് വന്നു. എന്തായാലും എല്ലാവരും വന്ന് കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെയുള്ളൊരു കൊച്ചു വ്ളോഗാണ് ഇത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വിഷു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല സന്തോഷവും നന്മയും നിറഞ്ഞതും ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ഒരു അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ടേക്ക് കെയർ. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.